കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ആപ്ലിക്കേഷൻ ഡെയിലി ലൈഫിൽ നമുക്ക് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഈ കോംപ്ലെക്സ് കോമ്പൗണ്ട്സ് എവിടെയൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്കറിയാം നമ്മൾ മനുഷ്യരായിട്ടുള്ള നമ്മളുടെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യണത് നമ്മൾ വായു ബേസിക് നെസസിറ്റീസിൽ ഒരെണ്ണമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മുടെ ഓരോ സെല്ലുകളിലേക്കും എത്താൻ സഹായിക്കുന്നത് ബ്ലഡാണ് അല്ലേ. ഈ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനിൽ അയേൺ Fe2+ എന്നുള്ള സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹീമോഗ്ലോബിനിൽ അയേൺ എന്ന് പറയുന്ന ഹീമോഗ്ലോബിൻ ഒരു അയേണിൻ്റെ കോംപ്ലെക്സ് ആണ്. അപ്പോൾ അവിടെ ബ്ലഡിൽ ഹീമോഗ്ലോബിനിൽ അയേൺ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണാം. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് ഓക്സിജൻ കിട്ടുന്നത് എവിടുന്ന? ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആണ് അല്ലേ. ഗ്രീൻ പ്ലാന്റ്സിലുള്ള ഒരു പിഗ്മെൻ്റ് ആണ് ക്ലോറോഫിൽ പിഗ്മെൻറ്റ്. ഈ ക്ലോറോഫിൽ പിഗ്മെൻറ്റിൻ്റെ പ്രസൻസിൽ ഗ്രീൻ പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും അതുപോലെ തന്നെ വാട്ടറും ഉപയോഗിച്ചിട്ട് ക്ലോറോഫിൽ പിഗ്മെൻറ്റിൻ്റെ പ്രസൻസിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് റിലീസ് ചെയ്യണതാണ് ഓക്സിജൻ. ആ ഓക്സിജൻ ആണ് നമ്മൾ ശ്വസിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ക്ലോറോഫിൽ പിഗ്മെൻറ്റിൽ മെയിനായിട്ട് Mg2+ എന്ന് പറയുന്ന ഒരു മെറ്റൽ അതിൻ്റെ ക്ലോറോഫിൽ പിഗ്മെൻറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ട്രാൻസിഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസ്, ന്യൂട്രിയൻസ് അതേപോലെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ വൈറ്റമിൻസ് ഉണ്ട്. അതിൽ തന്നെ വൈറ്റമിൻ B12 ബി കോംപ്ലെക്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിലൊരു വൈറ്റമിനാണ് വൈറ്റമിൻ B12. അപ്പോൾ ഈ വൈറ്റമിൻ B12 കൊബാൾട്ടിൻ്റെ ഒരു കോംപ്ലെക്സ് ആണ്. സൈനോ കൊബാൽ അമീൻ ആണത് ശരിക്കും. സൈനോ കൊബാൽ അമീൻ എന്ന് പറയുന്ന കോംപ്ലെക്സ് ആണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൊബാൾട്ട് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലത്ത് എല്ലാവരിലും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാതെ തന്നെ നമുക്ക് പലരിലും വരുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത് അല്ലേ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മുടെ മാറുന്ന ഈ ഭക്ഷണ രീതികളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ എൻവയൺമെൻറ്റിലുള്ള കുറേ പൊല്യൂഷൻ കോസിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം കാരണം. അപ്പോൾ അതുപോലെ നമുക്ക് വരുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്ന ഒരു കോംപ്ലെക്സ്. സിസ്പ്ലാറ്റിൻ എന്ന് പറഞ്ഞാൽ ടെട്രാ ഡൈ അമീൻ ഡൈക്ലോറോ പ്ലാറ്റിനം. ഡൈ അമീൻ പ്ലാറ്റിനം ആണ് സിസ്പ്ലാറ്റിൻ. അതിൻ്റെ സിസ് ഫോമാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ PtCl NH3 ഇത് ട്രാൻസ്പ്ലാറ്റിൻ ആണ്. അപ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ ഒന്നുമില്ല. പക്ഷേ സിസ്പ്ലാറ്റിൻ എന്ന് പറയുമ്പോൾ Cl2 ഒരേ സൈഡിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷനുള്ളൊരു കോമ്പൗണ്ടാണ് സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ലെഡ് എന്ന് പറയുന്നത് ഒരു ഹെവി മെറ്റലാണ്. അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ലെഡ് പോയ്സണിങ് വരും. അപ്പോൾ അതായത് ഒരു അളവിൽ കൂടുതൽ അതിൽ അലൗഡ് ആയിട്ടുള്ള ആ ലിമിറ്റിലും കൂടുതൽ ലെഡ് നമ്മുടെ ശരീരത്തിൽ ആനിമൽസിൻ്റെയൊക്കെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ലെഡ് പോയ്സണിങ് നടക്കും. അങ്ങനെയുള്ള ലെഡ് പോയ്സണിങ് നടന്നു കഴിഞ്ഞാൽ ഈ EDTA എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് കോംപ്ലെക്സ്, കാൽസ്യവും എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡും കൂടിയിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു കോംപ്ലെക്സ് ആണ് ഈ ലെഡ് പോയ്സണിങ്ങിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡെയിലി ബയോളജിക്കൽ സിസ്റ്റത്തിലും അല്ലെങ്കിൽ മെഡിസിനൽ ഫീൽഡിലുള്ള ചില ആപ്ലിക്കേഷൻസ്. ഇനി അതുപോലെ തന്നെ നമ്മൾ കെമിസ്ട്രിയിലെ അനാലിസിസിൻ്റെ ഭാഗത്ത് നമ്മൾ പോവുകയാണെങ്കിൽ വാട്ടറിൻ്റെ ഹാർഡ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോംപ്ലെക്സ് ഇതേപോലെ EDTA കോംപ്ലെക്സ് വെച്ചിട്ടുള്ള ടൈട്രേഷനാണ്. ഇതേപോലെ EDTA കാൽഷ്യം നമുക്കറിയാം ഹാർഡ്നെസ്സിന് കാരണമായിരിക്കുന്നത് മെഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും സോല്യൂബിൾ ആയിട്ടുള്ള കാർബണേറ്റ്സും ബൈകാർബണേറ്റ് സൾഫേറ്റ്സ് ഒക്കെയാണ് ഹാർഡ്നെസ്സിന് കാരണം അല്ലേ. അപ്പോൾ ഈ ഹാർഡ്നെസ് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ വോളിയോമെട്രിക് അനാലിസിസിൽ നമ്മൾ EDTA വെച്ചിട്ടുള്ള ടൈട്രേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ കോംപ്ലെക്സ് ഫോം ചെയ്യാണ് അവിടെ മെയിനായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ നിക്കലിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഡൈമീഥൈൽ ഗ്ലയോക്സിം DMG എന്ന് പറയുന്നത് ഡൈമീഥൈൽ ഗ്ലയോക്സിം ആണ്. അപ്പോൾ ഈ ഡൈമീഥൈൽ ഗ്ലയോക്സിം കോംപ്ലെക്സ് റെഡ് കളറിലുള്ള നിക്കൽ ഡൈമീഥൈൽ ഡയോക്സിം കോംപ്ലെക്സ് ഫോം ചെയ്തിട്ട് ആ കോംപ്ലെക്സ് ഫോം ചെയ്യിപ്പിച്ചിട്ടാണ് നിക്കലിനെ നമ്മൾ അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഗോൾഡ്, സിൽവർ ഒക്കെ നമുക്കറിയാം ഗ്രൂപ്പ് 1
എന്താ പറയുക കാറ്റയോൺ അനാലിസിസിൽ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള അയോൺസ് ആണ് Ag+, Hg2+ ഒക്കെ. അപ്പോൾ ഇതൊക്കെ അമോണിയ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ റിയേജൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഡൈല്യൂട്ട് HCl ആണ്. ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യണ സമയത്ത് അമോണിയ ഉള്ളത് AgCl നമുക്കറിയാം ഗ്രൂപ്പ് 1 പെടുന്നതാണ്. അമോണിയ അവിടെ ഉണ്ടെങ്കിൽ AgCl ഡിസോൾവ് ചെയ്യും. AgCl ഡിസോൾവ്സ് ഇൻ അമോണിയ വേറാസ് Hg2Cl2 അതായത് മെർക്കുറിയുടെ ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യാണ്ട് കിടക്കും. അപ്പോൾ അവിടെ അതെ Hg2Cl2 എന്ന് പറയുന്ന കോംപ്ലക്സ് ഫോം ചെയ്യിച്ചിട്ടാണ് നമ്മൾ കാറ്റയോണിക് അനാലിസിസിൽ ഗോൾഡ്, മെർക്കുറി പോലെയുള്ള മെറ്റൽസിൻ്റെ ഡിറ്റക്ഷൻ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം മെറ്റലർജിയിൽ നമുക്ക് ഗോൾഡും സിൽവറും ഒക്കെ നമുക്കറിയാം ഈ ഇതൊക്കെ എലമെൻസ് ഒക്കെ പ്യുവർ ഫോമിലല്ല, നേച്ചറിൽ കമ്പൈൻഡ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഓറിൽ നിന്ന് നമ്മൾ എന്താണ് മിനറൽസിൽ നിന്ന് ഏത് മിനറലിൽ നിന്നാണോ നമുക്കൊരു മെറ്റൽ വൻതോതിൽ അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതാണ് ആ മിനറലാണ് ആ മെറ്റലിൻ്റെ ഓർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓറിൻ്റെ കോൺസെൻട്രേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഈ മെറ്റലർജിക്കൽ പ്രോസസ്സിൽ ഗോൾഡും സിൽവറും ഒക്കെ കോൺസെൻട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സോഡിയം സയനൈഡ്, പൊട്ടാസ്യം സയനൈഡ് പോലെയുള്ള എന്താണ് റിയേജൻസ് ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ ഗോൾഡും സിൽവറും ഒക്കെ കോംപ്ലക്സ് ഫോം ചെയ്യും. അവിടെ അതേ കോംപ്ലക്സ് ഫോം ചെയ്യണതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നോക്കി. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലായിട്ട് കുറേ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് അതേപോലെ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡിയത്തിൻ്റെ ഒരു കോംപ്ലക്സ് ആണ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. അപ്പോൾ കാറ്റാലിസിസ് ഫീൽഡിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരെണ്ണം മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, ഇതല്ലാണ്ട് വേറെ കുറേ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കാറ്റാലിസിസ് ഫീൽഡിൽ വൻതോതിൽ ആപ്ലിക്കേഷനുള്ള ഒരു എന്താ പറയുക ബ്രാഞ്ചാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് കാറ്റലിസിസ് ഫീൽഡിലാണ്. അതുപോലെ തന്നെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആൽക്കീൻ പോളിമറൈസേഷൻ, പിന്നെ അതുപോലെ എത്തിലീൻ ഫോർമേഷൻ, അതുപോലെ കുറേ പ്രോസസ്സിൽ നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത് അതേപോലെയുള്ള കാറ്റലിസ്റ്റ് ഉപയോഗിക്കേണ്ടത്. അതിലൊരു കാറ്റലിസ്റ്റാണ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, വേറൊരെണ്ണം സീഗ്ലർ നാട്ട കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പലതരത്തിലുള്ള കോംപ്ലക്സുകൾ കോർഡിനേഷൻ കോംപ്ലക്സസ് കാറ്റാലിസിസ് ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം പെട്രോളിനെ കൂടുതലായിട്ട് പെട്രോൾ കമ്പഷൻ എഞ്ചിനിൽ, അതായത് നമ്മൾ വെഹിക്കിൾസിലൊക്കെ പെട്രോൾ ഉപയോഗിക്കുമല്ലോ, അതിൻ്റെ നോർമൽ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ചിട്ടാണ് വെഹിക്കിൾസൊക്കെ റൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ വെഹിക്കിൾസിൽ നമുക്കറിയാം പെട്രോള് കംപ്ലീറ്റ് ആയിട്ടല്ല കമ്പഷൻ നടക്കണമെങ്കിൽ നോക്കിംഗ് ഉണ്ടാവും. ഈ നോക്കിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു കോമ്പൗണ്ടാണ് ടെട്രാ ഈഥൈൽ ലെഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ്. ടെട്രാ ഈഥൈൽ ലെഡ് എന്ന് പറയുന്നത് പെട്രോളിൽ ആൻറ്റി നോക്കിംഗ് ഏജൻ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചതാണ്. ഇപ്പോൾ പക്ഷേ ടെട്രാ ഈഥൈൽ ലെഡ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പെട്രോൾ പമ്പിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നോൺ ലെഡഡ് പെട്രോൾ എന്ന് പറഞ്ഞിട്ട് കാണും. അതായത് ഈ ലെഡ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ലെഡിൻ്റെ ഒരു കോംപ്ലക്സ് ആണ് ടെട്രാ ഈഥൈൽ ലെഡ് എന്ന് പറയുന്നത്. അത് ഇല്ലാത്ത പെട്രോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ലെഡ് എന്ന് പറയുന്നത് എൻവയൺമെൻറ്റൽ പൊല്യൂഷന് കാരണമാകുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എന്നുള്ള കണ്ടുപിടുത്തത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് ലെഡ് ആൻറ്റി നോക്കിംഗ് ഏജൻ്റായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ പണ്ട് കാലങ്ങളിൽ ആൻറ്റി നോക്ക് ഏജൻ്റായിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്, പെട്രോളിൽ ടെട്രാ ഈഥൈൽ ലെഡിൻ്റെ ഒരു കോംപ്ലക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി, പണ്ട് കാലത്ത് ഡിജിറ്റൽ ക്യാമറയൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ ഫിലിം വെച്ചിട്ടുള്ള ക്യാമറയാണ്, അല്ലെങ്കിൽ ഫിലിമിലാണ് നമ്മൾ ഫോട്ടോസ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെയുള്ള ആ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ എന്താ ചെയ്യണത്, ഹൈപ്പോ സൊല്യൂഷനിൽ ഈ ഫിലിം വാഷ് ചെയ്യും അല്ലേ. ആ വാഷ് ചെയ്യണ പ്രോസസ്സ് എന്ന് പറയുന്നത് അവിടെ ഹൈപ്പോ എന്ന് പറയുന്നത് സോഡിയം തയോ സൾഫേറ്റ് ആണ്. ഈ സോഡിയം തയോ സൾഫേറ്റിൽ ഇപ്പോൾ ഈ സിൽവർ ബ്രോമൈഡാണ് ആ ഫിലിംസിലുള്ളത്. അപ്പോൾ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്യും. ഏതിലൂടെയൊക്കെയാണോ ലൈറ്റ് പാസ് ചെയ്യണത് അവിടെ ഡീകമ്പോസിഷൻ നടക്കും. അപ്പോൾ ഡീകമ്പോസ് ചെയ്യാത്ത സിൽവർ ബ്രോമൈഡിനെ ഈ ഹൈപ്പോ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അതൊരു കോംപ്ലക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് പാസ് ചെയ്യില്ല, ബാക്കിയുള്ളവർക്ക് കൂടെയൊക്കെ ലൈറ്റ് പാസ് ചെയ്യും. അപ്പോൾ അതാണ് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇമേജ് ക്ലിയർ ആയിട്ട് കിട്ടണത്. ഈ AgBrൻ്റെ ഡീകമ്പോസിഷൻ, അൺഡികമ്പോസ്ഡ് ആയിട്ടുള്ള AgBr ഹൈപ്പോ ആയിട്ട് സോഡിയം തയോ സൾഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു എന്നാണ്. ഇതും അതെ ഫോട്ടോഗ്രാഫിയിൽ പണ്ടത്തെ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ഉപയോഗിച്ചതാണ്. അവിടെ അതേ ഒരു കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും കോംപ്ലക്സ് കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ചില ആപ്ലിക്കേഷൻസ് ആണ്. ഇതല്ല ഇനിയും ധാരാളം ആപ്ലിക്കേഷൻസ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനുണ്ട്.